ഊർജ്ജ സുരക്ഷയ്ക്ക് വാഗ്ദാനമാകും വിധം ഇന്ത്യ അമേരിക്ക ആണവ സഹകരണം പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നു. നമസ്കാരം, ഞാൻ ജാസ്മിൻ. അടുത്തിടെ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിർസി നടത്തിയ അമേരിക്കൻ സന്ദർശനം രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷാ രംഗത്ത് പുതിയ വഴിത്തിരിവ് സൃഷ്ടിക്കാനുതകുന്ന നീക്കമെന്ന നിലയിൽ ശ്രദ്ധ നേടുകയാണ്. വാഷിംഗ്ടണിൽ നടന്ന നിർണായക കൂടിക്കാഴ്ചയിൽ അമേരിക്കൻ ഊർജ്ജ സെക്രട്ടറി ക്രിസ് വ്രിക്റ്റുമായി അദ്ദേഹം നടത്തിയ ചർച്ചയിൽ സിവിൽ ആണവ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇരു രാജ്യങ്ങളും ധാരണയിലെത്തി. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ ദിനംപ്രതി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ശുദ്ധവും സ്ഥിരവുമായ വൈദ്യുതി ഉൽപാദനത്തിന് ആണവശക്തിയെ കൂടുതൽ വിനിയോഗിക്കേണ്ടതിന്റെ ആവശ്യകത ഉയർന്നു വരികയാണ്. ആ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ആണവ സഹകരണം പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പുതുധാരണ പ്രകാരം സാങ്കേതിക കൈമാറ്റം, ഇന്ധന വിതരണ സുരക്ഷ, ആണവ വൈദ്യുതി പദ്ധതികളിൽ നിക്ഷേപം വർദ്ധിപ്പിക്കൽ എന്നിവയ്ക്കെല്ലാം വഴിയൊരുക്കപ്പെടും. ഇക്കഴിഞ്ഞ ഡിസംബറിൽ ഇന്ത്യ നടപ്പിലാക്കിയ ശാന്തി നിയമം, അതായത് സസ്റ്റൈനബിൾ ഹാർനസിംഗ് ആൻഡ് അഡ്വാൻസ്മെന്റ് ഓഫ് ന്യൂക്ലിയർ എനർജി ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, അമേരിക്കയുമായുള്ള സഹകരണത്തിന് ശക്തമായ അടിത്തറ പാകിയിരിക്കുകയാണ്. ആണവ മേഖലയിലെ പഴയ നിയമവ്യവസ്ഥകൾ പരിഷ്കരിച്ച് സ്വകാര്യ പങ്കാളിത്തത്തിനും അന്താരാഷ്ട്ര സഹകരണത്തിനും കൂടുതൽ സാധ്യതകൾ തുറന്നു കൊടുക്കാൻ ഉതകുന്നതാണ് ശാന്തി നിയമം. അതോടെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ദീർഘകാല ആണവ പങ്കാളിത്തത്തിന് പുതിയ വാതിലുകൾ തുറക്കുകയാണ് ഇന്ത്യ. ശാന്തി നിയമം പ്രാബല്യത്തിൽ വന്നതോടെ ഇതുവരെ സർക്കാർ നിയന്ത്രണത്തിലായിരുന്ന ആണവോർജ്ജ മേഖലയിലേക്ക് സ്വകാര്യ പങ്കാളിത്തത്തിനുള്ള സാധ്യത ഏറുകയാണ്. ഈ നിയമപരിഷ്കരണത്തോടെ വിദേശ നിക്ഷേപകർക്ക്, പ്രത്യേകിച്ച് അമേരിക്കൻ ആണവ കമ്പനികൾക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ കൂടുതൽ സൗകര്യം ലഭിക്കുന്നു. ആണവ നിലയങ്ങൾ നിർമ്മിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നതിനായി സ്വകാര്യ മേഖലയ്ക്ക് ലൈസൻസ് നൽകാനുള്ള വ്യവസ്ഥകളും പുതിയ നിയമം ഉൾക്കൊള്ളുന്നുണ്ട്. ഇതിലൂടെ ദീർഘകാലമായി നിലനിന്നിരുന്ന നിയന്ത്രണങ്ങൾ ഇല്ലാതായിരിക്കുകയാണ്. ആണവ മേഖലയിലേക്ക് കൂടുതൽ മൂലധനവും സാങ്കേതിക വിദ്യയും എത്തിച്ചേരാൻ നിലവിലെ സാഹചര്യം വഴിയൊരുക്കുന്നു. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിർസിയും അമേരിക്കൻ അംബാസിഡർ സെർജി ഗൌറും നടത്തിയ ചർച്ചകളിൽ ഈ നിയമപരമായ മാറ്റങ്ങൾ ഇന്ത്യ അമേരിക്ക ഊർജ്ജ പങ്കാളിത്തത്തെ പുതിയ തലത്തിലേക്ക് ഉയർത്തുമെന്ന് പ്രത്യേകം എടുത്തു പറയുകയുണ്ടായി. ഫ്ലോറിഡയിലെ മറാലാഗോയിൽ നടന്ന കൂടിക്കാഴ്ചയിലും ഈ വിഷയങ്ങൾക്ക് വലിയ പ്രാധാന്യം ലഭിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ആണവോർജ്ജ മേഖലയിൽ മാത്രം ഒതുങ്ങാതെ മറ്റ് ഊർജ്ജ മേഖലയിലേക്കും വ്യാപിക്കാനാണ് സാധ്യത. ആണവോർജ്ജത്തിന് പുറമെ LPG കയറ്റുമതി, കൽക്കരി തുടങ്ങിയ മേഖലകളിലും അമേരിക്ക ഇന്ത്യയുമായി സഹകരിക്കാൻ താൽപര്യം പ്രകടമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ബഹുമുഖ സഹകരണം ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ സ്ഥിരതയോടെ നിറവേറ്റുന്നതിനും ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കുന്നതിനും സഹായകരമാകും. 2047ഓടെ 100 ഗിഗാവാട്ട് ആണവോർജ്ജ ശേഷി കൈവരിക്കുക എന്ന ഇന്ത്യയുടെ ദീർഘകാല ലക്ഷ്യത്തിലേക്ക് ഈ കരാറുകൾ നിർണായക സംഭാവന നൽകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനിടെ തമിഴ്നാട്ടിലെ കൽപ്പാക്കത്ത് ഇന്ത്യ തദ്ദേശീയ സാങ്കേതിക വിദ്യയിൽ വികസിപ്പിച്ച ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ പ്രവർത്തനക്ഷമമായത് രാജ്യത്തിന്റെ ആണവശേഷിയിലെ വലിയ മുന്നേറ്റത്തിനുള്ള തെളിവാണ്. അതോടൊപ്പമാണ് അമേരിക്കയുമായുള്ള പുതിയ സഹകരണത്തിലേക്കും രാജ്യം കടന്നിരിക്കുന്നത്. ആഭ്യന്തര സാങ്കേതിക മികവും അന്താരാഷ്ട്ര നിക്ഷേപ സാധ്യതകളും കൈകോർക്കുമ്പോൾ ഇന്ത്യയുടെ ഊർജ്ജ മേഖലയ്ക്ക് പുതിയ വേഗത കൈവരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സിവിൽ ആണവ സഹകരണം മുമ്പും വിവിധ ഘട്ടങ്ങളിലൂടെ പുരോഗമിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും പുതിയ നിയമപരിഷ്കാരങ്ങളും നയപരമായ മാറ്റങ്ങളും ഈ ബന്ധത്തെ കൂടുതൽ ദൃഢകരമാക്കുന്നുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് ഭാവിയിൽ കൂടുതൽ ആണവ നിലയങ്ങൾ സ്ഥാപിക്കുക, നിലവിലുള്ളവയുടെ ശേഷി വർദ്ധിപ്പിക്കുക, പുതിയ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തുക തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം നിർണായകമായി തീരും. ഈ സഹകരണം വെറും ഊർജ്ജ മേഖലയിൽ മാത്രം ഒതുങ്ങുകയില്ല. ഇന്ത്യയുടെ ആകെ സാമ്പത്തിക വളർച്ചയ്ക്കും വലിയ പിന്തുണ പകരാൻ അമേരിക്കയുമായുള്ള സഹകരണം വഴിതുറക്കും. സ്ഥിരമായ വൈദ്യുതി ലഭ്യത വ്യവസായ വളർച്ചയ്ക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും നിർണായകമാണ്. കൂടാതെ കാർബൺ ഉദ്വമനം കുറയ്ക്കുന്നതിനുള്ള ആഗോള ശ്രമങ്ങളിൽ ഇന്ത്യക്ക് കൂടുതൽ സജീവ പങ്കാളിയായി മാറാനും കഴിയും. ആഗോളതലത്തിൽ ഊർജ്ജരംഗം വലിയ മാറ്റങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ ഇന്ത്യയും രാജ്യത്തിന്റെ ഊർജ്ജ ഉറവിടങ്ങൾ വൈവിധ്യീകരിക്കുന്നതിന്റെ തെളിവ് കൂടിയായി ഇത് മാറുന്നു. വാർത്തയുടെ നിറം തേടി തനിനിറം.